ഈ തന്ത്രിയുടെ മേൽ എല്ലാ കുറ്റവും കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം താങ്കൾക്കുണ്ടല്ലോ. ഇഡിയുടെ വരവിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് പറയുന്നു. പെട്ടെന്ന് സമയം അവസാനിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം പറയാം. ശ്രീജിത്ത് പണിക്കർ കമലഹാസനെ ഇഷ്ടപ്പെടുന്ന ക്ലാസ് ഉള്ള ആളാ, ഞാൻ വിജയനെ ഇഷ്ടപ്പെടുന്ന മാസമുള്ള ആളാ. അതുകൊണ്ട് പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. SIT 2-3 ദിവസത്തേക്ക് PIT പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറിയതാ. മനസ്സിലായില്ല. അതായത് ശ്രീ പിണറായി വിജയൻ SITയെ വിളിച്ച് എന്തായാലും നമ്മുടെ ആൾക്കാരെല്ലാം കുടുങ്ങും, അവരുടെ ഒരാളെയും കൂടെ അകത്തിട്ടേക്ക് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യിച്ചെന്നുള്ളതാണ് സാധാരണക്കാർക്ക് മനസ്സിലാവേണ്ട സത്യം. അതായത് CPM നേർക്കും ഭാവിയിൽ CPM അംഗങ്ങളുടെ നേർക്കും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, തന്ത്രിയെ കൂടെ പോയി അറസ്റ്റ് ചെയ്യുക. അങ്ങനെ ആവും. സ്വാഭാവികം. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ നേരെ വരുന്ന അന്വേഷണത്തിന്റെ മുനയൊടിക്കാൻ ശ്രീ പിണറായി വിജയൻ അവർകളോ അല്ലെങ്കിൽ CPMുമായി ബന്ധപ്പെട്ട ആൾക്കാരോ SITയെ വിളിച്ച് നിങ്ങളൊരു 2 ദിവസം PIT ആയിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാറി പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി പ്രവർത്തിക്കൂ, 2 ദിവസം തന്ത്രിയെ കൂടെ അകത്തിടൂ. അങ്ങനെ ആവുമ്പോ ഞങ്ങൾ ഗൃഹസന്ദർശനത്തിലേക്ക് പോകുമ്പോൾ തന്ത്രി കൂടി ഉണ്ടല്ലോ എന്ന് പറയാം. ചോദ്യങ്ങൾ വരുമ്പോ ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണല്ലോ എന്ന് പറയാം. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.